നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമുക്ക് വിശദമായൊന്ന് കാണേണ്ടി വരും ACP. എന്താ റെഡിയല്ലേ? യെസ് മാഡം. മേയർ ഇവിടെങ്ങും അല്ലാന്ന് തോന്നുന്നു. അല്ല, ശരീരം ഇവിടെയും മനസ്സ് മറ്റെവിടെയോ വെച്ചിരിക്കുന്നത് പോലെ. ജനങ്ങളെ സേവിക്കാനുള്ള പുതിയ മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കായിരുന്നു മാഡം. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ശേഷം മൊത്ത ശ്രദ്ധ സാധുജന പരിപാലനത്തിലാ. അതെ അതെ, സേവിച്ച് ഇപ്പോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 3 കേസ് കയ്യിലുണ്ട് കേട്ടോ. മേയർ സേവിക്കട്ടെ ജഗദീപേ. ജനസേവനത്തിന് ആര് താല്പര്യം കാണിച്ചാലും നമ്മളെ നിരുത്സാഹപ്പെടുത്തരുത്. സുസ്മിന്റെ മാലയിട്ട് കളക്ടർ മാഡത്തിന് സ്വീകരിക്കും. കളക്ടർ മാഡത്തിനെ സ്വീകരിക്കാൻ വേണ്ടിട്ടല്ലേ നീ മാലയൊക്കെ വാങ്ങിച്ചോണ്ടെന്ന്? അതങ്ങോട്ട് ഇട്ടു കൊടുക്ക്. മടിച്ച് നിൽക്കാതെ അങ്ങോട്ട് ഇട് സുസ്മിതേ. കല്യാണം കഴിക്കാണെന്നല്ലോ പറഞ്ഞ, കളക്ടർ മാഡത്തിനെ സ്വീകരിക്കാനല്ലേ പറഞ്ഞ്. ഏറ്റില്ല. വെൽക്കം ടു അവർ സെക്കൻഡ് സീസൺ കളക്ടർ മാഡം. അതിന് നമ്മുടെ ഫസ്റ്റ് സീസണിന്റെ ക്ലൈമാക്സ് ഇതുവരെ ആയില്ലല്ലോ മേയറെ. പൂക്കളാണ്. മാഡത്തിന്റെ കഴുത്തിലെ ഹാരത്തെക്കുറിച്ച് പറഞ്ഞതാ. സൗന്ദര്യവും സുഗന്ധവും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ദിവസത്തേക്ക് എല്ലാവരും ഇത് ശ്രദ്ധിക്കും. പിറ്റേന്ന് വാടും. ചീഞ്ഞും ദുർഗന്ധം വമിച്ചു തുടങ്ങുമ്പോ ഏതെങ്കിലും ഓടയിലേക്ക് വലിച്ചെറിയാനുള്ളതാ. സുസ്മിതേ, കഴുതയ്ക്ക് 33, കുതിരയ്ക്കും കുരങ്ങിനും 30. ഓരോന്നിന്റെയും ആയുസിന്റെ വർഷങ്ങളുടെ കണക്ക് പറഞ്ഞത്. സിംഹത്തിന് കിട്ടുന്നത് വെറും 12 വർഷമാ. പക്ഷേ 12 ദിവസം ജീവിച്ചാലും സിംഹക്കുട്ടി സിംഹക്കുട്ടി തന്നെയാ. എനിക്ക് ഒരു ദിവസം തികച്ചു വേണ്ട, ഒരു ഒറ്റ മണിക്കൂർ മതി. മൊത്തം വെടിപ്പാക്കി കാണിച്ചു തരാം ഞാൻ. അതിനുശേഷം നമ്മൾ കാണും, കണ്ടിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അന്ന് അമ്മ എന്താ പറഞ്ഞത്? നിന്റെ വിവാഹത്തിന് മുൻപ് ഇവരെ രണ്ടുപേരെയും അമ്മ ഒരുമിപ്പിക്കുമെന്നല്ലേ? ഞാൻ നിൽക്കുന്നു രണ്ടുപേരും. ഇരുമെയ്യും ഒരു മനസ്സുമായിട്ട്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. കുറച്ചു നേരത്തേക്കെങ്കിലും എല്ലാവരെയും വിഷമിപ്പിക്കുന്നത് പോലെ എനിക്ക് ഇത്തിരി ക്രൂരത കാണിക്കേണ്ടി വന്നു. അത് ഇങ്ങനൊരു നല്ല കാര്യത്തിന് വേണ്ടിയായിരുന്നു. അപ്പോ നളിനിയമ്മായി ഞങ്ങളോട് പറഞ്ഞത്? അത് വേറൊരാള് വഴി നളിനിയെ കൊണ്ട് ഞാൻ പറയിച്ചതാ. അമ്മ, അത് നിങ്ങളുടെ അവസ്ഥ തന്നെയായിരുന്നു ഇവനും. ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അല്ലേടാ? അല്ല,
പച്ചപ്പുകൾ ചേർന്ന് നിൽക്കുന്നതിനേക്കാൾ മനോഹരമായ ഒരു കാഴ്ച ഈ ഭൂമിയിലില്ല. ഇനി നിങ്ങൾക്ക് പിരിയാൻ പറ്റില്ല. അത്രയ്ക്ക് സ്നേഹമുണ്ട് നിങ്ങൾക്ക് പരസ്പരം. നിങ്ങളുടെ രീതിയാണ് ശരി. ഒരു തലമുറ കലഹിച്ചാൽ അടുത്ത തലമുറയ്ക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റണം. പേടിച്ചുപോയി, വല്ലാണ്ടങ്ങ് പേടിച്ചുപോയി. ജീവിതം കൈവിട്ടു പോകണോ എന്ന് പോലും കരുതി. പക്ഷെ അതിന്റെ അവസാനം ഇങ്ങനൊരു അവസ്ഥയുണ്ടെന്ന് അറിഞ്ഞില്ല. ഇനിയിപ്പൊ ഞാൻ കുറച്ച് അഹങ്കാരത്തോടെ തന്നെ പറയാ, മനസ്സിനും ശരീരത്തിനും സദാനത്തിനും ബലമുണ്ട്. കാരണം എന്റെ അനിയൻ എന്റെ കൂടെയുണ്ട്. എല്ലാം പ്ലാൻ ചെയ്തിട്ട് ആ സുജാത ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇനി അവളോട് മിണ്ടുമ്പോ വെറുതെ ചെന്നിട്ട് കാര്യമില്ല. സന്തോഷമുള്ള വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അടുത്ത ഒരാഴ്ച ഞാൻ നാട്ടിലുണ്ടാവില്ല. അമ്മ എവിടെ പോവാ? വളരെ മുൻപേ ഉള്ളൊരു നേർച്ച. ഇവന്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം ക്ഷേത്രങ്ങളിൽ ഒരു ദർശനം. അല്ല, എല്ലാരും ഒരുമിച്ചാണോ? അല്ല, ഞങ്ങൾ ഒരു കൂട്ടം സ്ത്രീകളാ പോകുന്നത്. 6-7 ദിവസം കഴിയുമ്പോ ഞങ്ങൾ തിരിച്ചെത്തും. സത്യം പറഞ്ഞ ഒരാഴ്ച മോളെ കാണാതിരിക്കുക എന്ന് പറയുന്നത് എനിക്കിപ്പോ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ അമ്മ പോകുന്നത് നിങ്ങളുടെ നല്ലതിനാ. മോള് വന്നിട്ട് വേണം. ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഒരു ചടങ്ങുണ്ട്. അതുകൂടി നടത്തിയാലേ എല്ലാം പൂർണ്ണമാവും. അതിന് നിങ്ങളും എല്ലാവരും വരണം. അച്ഛനും ചെറിയച്ഛനും ആങ്ങളെയും എല്ലാവരും സന്തോഷത്തോടെ എന്റെ മോളെ എനിക്കിങ്ങ് തന്നേക്കണം. അമ്മേ, ചായ കുടിച്ചിട്ട് വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരാ? അകത്താരോ ഉണ്ട്. അകത്ത് നന്ദേട്ടനാണോ? നന്ദനെന്ന് വിളിക്കുന്ന പാരാ? അകത്ത് നന്ദേട്ടൻ തന്നെയല്ലേ? അതെ, നന്ദനാണ്. നന്ദേട്ടാ, ഞാൻ അർച്ചനയാ, സച്ചിയുടെ ഭാര്യ. ഞാൻ നന്ദേട്ടനെ രക്ഷിക്കാനാ വന്നേ. അർച്ചന, നന്ദേട്ടൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞങ്ങള് നന്ദേട്ടനെ രക്ഷിക്കാനാ വന്നേ. ഈ കഥക് അകത്തുനിന്ന് പൂട്ടിയിരിക്കുവാണോ? അല്ല, അയാൾ പുറത്തുനിന്ന് പൂട്ടിക്കുന്നതാ. കീ ഇവിടെ കാണുന്നില്ല. എവിടെ വച്ചേന്ന് നോക്കട്ടെ കേട്ടോ. മോളെ അർച്ചന, എന്റെ സച്ചിയുടെ അർച്ചന.
പ്രതിഭ, നീ ചെന്ന് വേഗം വണ്ടി എടുത്തോണ്ട് വാ. ശരി മാഡം. ഹലോ, ആ ഞാനിപ്പോ വീട്ടിലെത്തി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ, ഞാൻ എന്റെ കാര്യങ്ങള് ഡോക്ടറോട് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഞാൻ അമ്മയെ വിളിച്ചിട്ടൊന്നും അല്ല വന്നത്. മുത്തശ്ശന് ഇവിടെ വരണമെന്ന് തോന്നി വന്നതാ. ലച്ചു എന്നെ തെറ്റിദ്ധരിക്കണ്ട. പിന്നെ അമ്മ എന്നോട് സംസാരിച്ചതോ? അതിന് ഞാൻ എന്തിനാണ് ലച്ചു? ഗോവിന്ദന്റെ അമ്മയ്ക്ക് അവരുടെ ആഗ്രഹം നിന്നോട് സംസാരിക്കാൻ പാടില്ലെന്നുണ്ടോ? നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലിയ സ്വാതി പിണങ്ങി പോയിരിക്കുന്നത്. ഈയൊരവസ്ഥയിൽ നീ ഗോവിന്ദുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതം മൂടിയാൽ സ്വാതിയുടെ മനസ്സിലെ സംശയങ്ങൾ മാറിക്കിട്ടാൽ അതൊരു കാരണമാകും. നിങ്ങളുടെ വിവാഹം ഉടനെ വേണ്ടെങ്കിൽ ഒരു വിവാഹ നിശ്ചയത്തിൽ നടത്തിക്കൂടെ? അത്രയെങ്കിലും നിനക്ക് ചെയ്തോടെ ലച്ചു. സഞ്ജു, ഇവളെ ഇനി ഇത് പറഞ്ഞ് വേദനിപ്പിക്കണ്ട. എന്താണ് ഈ ശാഠ്യം പിടിച്ച് ഇവൾ ജീവിതം പാഴാക്കുന്നതെന്ന് എനിക്കറിയണം. അതിനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ എന്റെ ജീവിതം പാഴാക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാ. നിങ്ങൾ എന്റെ കഴുത്തി കെട്ടിയ താലി എന്റെ ജീവിതമായിട്ട് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. എനിക്കൊരു ജീവിതം വേണ്ടേ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. എനിക്കൊരു ജോലി വാങ്ങിത്തരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതും ജീവിതമല്ലേ? ഞാൻ പലരുടെയും സഹായത്തോടെ ഒരു ജീവിതമാർഗം കണ്ടെത്തുമ്പോ അതില്ലാതാക്കി എന്നെ ഈ വീട്ടിൽ കൊണ്ടുവരാനല്ലേ നിങ്ങൾ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്? എത്ര വട്ടം ഞാൻ യാചിച്ച് പറഞ്ഞതാ എന്നെ എന്റെ വഴിക്ക് വിട്ടില്ല. പകരം വിവാഹം കഴിച്ച് ജീവിക്കാൻ പറയുന്നു. എനിക്കൊരു മനസ്സുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്താ? ഇപ്പൊ എന്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്. എന്നോ എനിക്ക് നഷ്ടപ്പെട്ടു പോയ പുസ്തകങ്ങളും ക്ലാസ് മുറിയും എനിക്കിപ്പോ സ്വന്തമായിട്ടുണ്ട്. ഈ മനുഷ്യൻ എനിക്ക് തന്ന ജീവിതം അത്. ഞാൻ എന്റെ ജീവിതമായിട്ട് ഇപ്പൊ കാണുന്നത് അതിനെയാ. കരിയില പോലെ ഒരാളിന്റെ ജീവിതത്തിൽ ചെന്ന് പറ്റാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നോട് വിവാഹം കഴിക്കാൻ ഇനി നിങ്ങൾ പറയരുത്. ഞാനൊന്ന് പഠിച്ചോട്ടെ. അതിലൂടെ എനിക്കൊരു ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലും സന്തോഷം തരുന്ന കാര്യമല്ലേ? ലച്ചുവിന്റെ തീരുമാനം ശരി. ലച്ചു ആ വഴിക്ക് തന്നെ പറ്റുള്ളൂ. ഇനി ഇതും പറഞ്ഞ് എന്റെ ഭാഗത്തു നിന്നും ആരും ലച്ചുവിന്റെ യാത്രയ്ക്ക് തടസ്സമായി വരില്ല. അവളാകെ മാറിയല്ലോ. അവള് മാറണം സഞ്ജു. അവളുടെ ഉള്ളിലൊരു തീയുണ്ട്. അവൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ ചെന്ന് ചേരട്ടെ. നമ്മളായിട്ട് തടയരുത്. എന്തിനു ഏതിനും അവളുടെ പിന്നിൽ ഞാൻ ഉണ്ടാവും സഞ്ജു. അപ്പോ നിങ്ങൾ
കാത്തിരിപ്പിനോളം സുഖമുള്ള മറ്റൊരു വികാരവും ഈ ഭൂമിയിലില്ല സഞ്ജു. ഞാൻ കാത്തിരിക്കും, അവള് സമ്മതം പറയുന്ന കാലം വരെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ പോയതിൽ അവളും ആകെ തകർന്നിരിക്കുക. കുറച്ചു ദിവസം അച്ഛന്റെ അമ്മയുടെയും കൂടെ നിൽക്കാന്ന് കരുതിയ ഞാൻ വന്നത്. ശ്രീകുട്ടി, എന്തിനാ ചെറിയമ്മയോട് ഇങ്ങനെ കള്ളം പറയുന്നേ? സംഭവിച്ചതൊക്കെ ആർക്കാ ഊഹിക്കാൻ കഴിയാത്തത്? നീ കവിതയെ വിശ്വസിച്ചല്ലോ മോളെ. അമ്മുവിന്റെ ഭർത്താവ് സഞ്ജു ആണെന്ന് നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇതിനു മുൻപും കവിതയെ ഇതുപോലെ എന്തെല്ലാം ചെയ്തു. അന്ന് നീ ഒന്നും വിശ്വസിച്ചില്ല. ഇപ്പൊ നിനക്കെന്താ ഇങ്ങനൊരു സംശയം തോന്നാൻ? എനിക്കൊരു സംശയവുമില്ല. അമ്മുമായി ബന്ധപ്പെട്ട വിഷയമൊന്നും എനിക്കില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നു എന്ന് മാത്രം നിങ്ങളൊക്കെ കരുതിയാൽ മതി. നീ കൂടി ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. ഇവിടെ ഗോവിന്ദന്റെ അമ്മയും മുത്തശ്ശനും ഒക്കെ വന്നിരുന്നു. ചില സംസാരങ്ങളൊക്കെ ഉണ്ടായി. അവർക്ക് അവരുടെ മോനെ കാണാൻ വരണ്ടേ? അതിന് ഞാനെന്തിനാ അവിടെ ഉണ്ടാവണം? ഗോവിന്ദനെ കാണാനൊന്നും അല്ല അവര് വന്നത്. അവര് വന്നത് ലച്ചുവിനെ കാണാനാ. ഗോവിന്ദന്റെ അറിവോടെയാ അവര് വന്നത്. ഗോവിന്ദന്റെ അമ്മ ലച്ചുവിനോട് ഗോവിന്ദുമായുള്ള വിവാഹകാര്യം സംസാരിച്ചു. വിവാഹത്തിന് താല്പര്യമില്ലെന്ന് അവൾ അവരോട് പറഞ്ഞു കാണും. അതല്ലേ ഇളയമ്മ വളച്ചു കെട്ടി പറഞ്ഞു വരുന്നത്. എനിക്കത് നന്നായിട്ടറിയാം. അവൾ ഒരു വിവാഹത്തിന് തയ്യാറാവില്ല. പക്ഷേ നീ കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ അങ്ങനെ പറയില്ലായിരുന്നു. അവളുടെ സമ്മതമൊന്നും നോക്കാതെ നമുക്ക് അവർക്ക് വാക്ക് കൊടുക്കായിരുന്നു. അവൾക്ക് ഇഷ്ടമല്ലാത്ത വിവാഹത്തിന് ഞാനിങ്ങനെ വാക്ക് കൊടുക്കും? അല്ലെങ്കിൽ തന്നെ അവള് വിവാഹിതയല്ലേ? ഗോവിന്ദന്റെ അച്ഛനും അമ്മയ്ക്കും അതറിയാം. അവൾക്കൊരു ഭർത്താവുണ്ടെന്ന് അറിഞ്ഞു വെച്ച് ആരെങ്കിലും ഒരു മകന് വേണ്ടി ഇങ്ങനൊരു സാഹസം കാണിക്കൂ? നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മ അവളുടെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങാതെ എങ്ങനെ കല്യാണം നടത്തുമെന്ന് അവര് കരുതുന്നത്? UK എങ്ങനെ നടന്നു വരും? ഇത് രാജ്യം വേറെയാ. എത്രയ്ക്ക് മണ്ടന്മാരാണോ അവര്? ആദ്യം അവളുടെ ഭർത്താവായിരുന്നല്ലേ അവരറിയേണ്ടത്. കല്യാണ സമയത്ത് അവളുടെ ഭർത്താവ് വന്ന് വിളിച്ച അവള് കതിർമണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോവില്ലേ? ചെറിയമ്മ തന്നെ പറ, അവളുടെ ഭർത്താവ് അപ്പപ്പ വിവരങ്ങൾ അറിയുന്നുണ്ടാവില്ലേ? തന്റെ ഭാര്യയെ തനിക്ക് വേണമെന്നുള്ള ചിന്തയുണ്ടാവാൻ ഒരു ഭർത്താവിന് അധിക നേരമൊന്നും വേണ്ട. അയാൾ ഏതവസ്ഥയിലാണ് ജീവിക്കുന്നതെന്ന് ആർക്കറിയാം? അതാ ഞാൻ പറഞ്ഞത് ഗോവിന്ദന്റെ അച്ഛനമ്മമാര് പമ്പര വിട്ടികളാണെന്ന്. ഇപ്പൊ ഇതൊക്കെ പറയുന്ന നീ തന്നെയല്ലേ അവളുടെ വിവാഹത്തിന് ഉത്സാഹം കാണിച്ചത്? എനിക്കിപ്പൊ തിരിച്ചറിവുണ്ടായെന്ന് ഇളയെ മോഹിച്ചോ? ചെറിയമ്മ വെച്ചോ, കുറച്ചു നേരം എന്നെ ആരോ ഫോണിൽ വിളിക്കുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛാ, മോളെ, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്താ അച്ഛാ, എന്താ കാര്യം? എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ അച്ഛാ, എന്താ പ്രശ്നം? മോളെ, നിന്റെ പേരിൽ ഞാൻ എഴുതുന്ന സ്വത്തുക്കൾ മുഴുവനും വിശാല് പ്രഭാവതിയുടെ പേരിൽ മാറ്റിക്കൊടുക്കാൻ പോവാണെന്ന് പറയുന്നു. നിന്റെ സമ്മതത്തോടുകൂടി തന്നെയാണോ അവൻ ഇത് ചെയ്യാൻ പോകുന്നത്? അത് എനിക്കറിയാം അച്ഛാ. വിശാൽ സാറ് എന്നോട് ഇക്കാര്യം പറഞ്ഞിരുന്നു.
എന്നിട്ട് നീ അതിന് സമ്മതിച്ചോ? എനിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ നിഷേധിക്കാൻ കഴിയില്ലല്ലോ അച്ഛാ. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാതെ അത് കേട്ടു നിന്നു. നിന്റെ ആ മൗനം സമ്മതമായിട്ടാ വിശാല് കണ്ടിരിക്കുന്നത്. പ്രഭാവതിക്ക് സ്വത്തുക്കൾ മാറ്റിക്കൊടുക്കാൻ നിനക്ക് സമ്മതമാണോ മോളെ? നീ സ്വത്തുക്കൾ പ്രഭാവതിയുടെ പേരിൽ എഴുതി കൊടുക്കാൻ പോവുകയാണോ എന്ന്? മോളെ, ഇതൊക്കെ പ്രഭാവതിയുടെ കൈ കിട്ടിയ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് നിനക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. എല്ലാം തകിടം മറിയും. അവൾ ഇവിടെ കുഴിച്ചു കുളം തോണ്ടും. എന്നെയും നിന്നെയും ഉൾപ്പെടെ സകലരെയും അവൾ ഇവിടെ അടിച്ചു പുറത്താക്കും. എന്താ അത് സംഭവിക്കില്ല എന്ന് നിനക്ക് ഉറപ്പു പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. മോളെ, നീ ഇതൊക്കെ സംരക്ഷിക്കുമെന്ന് കരുതിയ ഞാനിതൊക്കെ നിന്റെ പേരിൽ എഴുതി തന്നത്. എന്നിട്ട് ഇതൊക്കെ കൈവിട്ടു പോവാണല്ലോ മോളെ. അച്ഛാ, ഞാൻ മോളെ, നീ എനിക്കൊരു സത്യം ചെയ്തു തരണം. ഈ വസ്തുക്കളൊന്നും ഒരു കാരണവശാലും പ്രഭാവതിയുടെ പേരിൽ എഴുതി കൊടുക്കില്ല എന്ന് നീ എനിക്ക് സത്യം ചെയ്തു തന്നേ പറ്റൂ. എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടൂ. സത്യം ചെയ്യും മോളെ. പ്രഭാവതിക്ക് സ്വത്തുക്കൾ കൈമാറില്ലെന്ന് നീ എനിക്ക് സത്യം ചെയ്തു താ. മോളെ, അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. വിശാൽ സാറിനെ നിഷേധിച്ചുകൊണ്ട്, എതിർത്തുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനാവില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നോട് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ മടിച്ചു നിൽക്കാതെ ഇപ്പൊ തന്നെ അമ്മയോട് സമ്മതം അറിയിച്ചേനെ. തനിക്ക് എന്നോട് സ്നേഹമില്ല, മതിപ്പില്ല, എല്ലാം വെറും നാട്യമായിരുന്നു. തനിക്ക് എന്നെക്കാളും വലുത് സ്വത്തുക്കളായിരുന്നല്ലേ? അയ്യോ സർ, സർ അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് എന്തിനേക്കാളും വലുത്, എന്റെ പ്രാണനേക്കാളും വലുത് വിശാൽ സാർ തന്നെയാ. ഞാൻ എന്റെ ജീവന് തുല്യം തന്നെ വിശാൽ സാറിനെ സ്നേഹിക്കുന്നതും. സാറ് അതൊന്ന് മനസ്സിലാക്കണം. ഞാൻ ഇതുവരെ കാണിച്ചത് നാട്യമാണെന്ന് പറയല്ലേ സർ. ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ആത്മാർത്ഥമായിട്ട് തന്നെയാ ഞാൻ സാറിനെ സ്നേഹിക്കുന്നത്. എനിക്ക് ഈ സ്വത്തുക്കളൊന്നും വലുതല്ല സർ. അതിനോടൊന്നും ഒരു താല്പര്യവും എനിക്കില്ല. ഒരിക്കൽ പോലും ഈ സ്വത്തുക്കൾ എന്റെ പേരിലാണെന്ന് ഞാൻ വിചാരിച്ചിട്ട് കൂടിയില്ല. എനിക്ക് പ്രാധാന്യം സാറിന്റെ നന്മ മാത്രം. ശരി, അങ്ങനെയെങ്കിൽ പ്രഭാവതി അമ്മയെ കണ്ട് സമ്മതം അറിയിക്കാൻ പിന്നെന്തിനാ മടിക്കുന്നത്? വിശാൽ, ഇവിടെ എന്താ മോനെ നടക്കുന്നത്? ദേ, നിങ്ങളുടെ സംസാരം എല്ലാം ഞാൻ കേട്ടു. നീ എന്തിനാ മോനെ പാർവതി വഴക്ക് പറയുന്നേ? പാർവതിയുടെ പേരിലുള്ള സ്വത്തുക്കള് അവളുടെ പൂർണ്ണ സമ്മതത്തോടെ മാത്രം എന്റെ പേരിലേക്ക് മാറ്റി എഴുതിയാ മതി. അതിനുവേണ്ടി ഇവളെ നിർബന്ധിക്കാനോ വഴക്ക് പറയാനോ ഒന്നും പാടില്ല വിശാൽ. മക്കളെ, നിങ്ങൾ ഇങ്ങനെ പരസ്പരം കലഹിച്ച എനിക്കിത് സഹിക്കാൻ കഴിയില്ല. വിശാൽ, എല്ലാം നമുക്ക് സാവകാശം ആലോചിച്ച് തീരുമാനിച്ചാ മതി. തിടുക്കം കൂട്ടണ്ട, കേട്ടല്ലോ? മോളെ, നീ വിഷമിക്കണ്ട.
എന്നോടുള്ള അമിത സ്നേഹം കൊണ്ടാ ഇവൻ നിന്നോട് ദേഷ്യപ്പെട്ടത്. നിനക്ക് അത് മനസ്സിലാവൂന്ന് എനിക്കറിയാം. ഏതായാലും എന്റെ പേരില് നിങ്ങൾ തമ്മിൽ പിണങ്ങാൻ ഇടവരരുത്. അതെനിക്ക് വലിയ സങ്കടമാവും മോളെ. ആ സാരമില്ല. ദേ, നമുക്ക് വളരെ സാവധാനം ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്താം. മോനെ വിശാൽ, നീ വന്നേ. ഈ സിറ്റുവേഷനില് നീ ഇവിടെ നിന്നാ നിനക്ക് ഇനിയും പാർവതിയോട് ദേഷ്യം തോന്നും. നീ വാ വാ മോനെ. കപടപുത്ര സ്നേഹം കൊണ്ട് പ്രഭാവതി അമ്മ വിശാൽ സാറിന്റെ കണ്ണ് കിട്ടിയിരിക്കുകയാണ്. സർ, പ്രഭാവതി അമ്മയുടെ കള്ള സ്നേഹം സാറിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ എന്റെ ഈ ശ്രമം. പക്ഷേ എങ്ങനെ ഞാനത് ബോധ്യപ്പെടുത്തും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് ശരിക്കും നമ്മുടെ ആ പഴയ അമ്മ തന്നെയാണോ? അതെ, ശ്യാമയുടെ വയറ്റിൽ കിടക്കുന്നത് അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട അഖയുടെ കുഞ്ഞ്. അതുപോരാ, ഇനി കഴിക്കണം. മതി അമ്മ. പറ്റില്ല. എന്നാ ഞാൻ കോരിത്തരാം. അമ്മ വേണ്ട. വേണം. കഴിക്ക് കൂടുതൽ കഴിക്ക്. എന്നാലേ ഇന്നത്തെ റെക്കോർഡിംഗ് കുളമാകും. വയറ്റിലുള്ള ആ കുഞ്ഞും റെഡിയാകും. കഴിക്ക്. എല്ലാവരുടെയും ഈ സന്തോഷം ഇന്നത്തോടെ തീരാൻ പോവാ. അവളുടെ ഒരു പൊട്ട തമാശ. ചിരിക്കാൻ ഒരു അമ്മയും അമൃതയുടെ കഷ്ടം. സംസാരിച്ചെന്ന് സമയം കളയണ്ട, റെക്കോർഡിംഗ് വൈകും. ശരി സമയം, നമുക്കിറങ്ങാം. ശ്യാമയ്ക്ക് വൊമിറ്റ് ചെയ്യുമെന്ന് തോന്നിയാലേ ഞാൻ ബാഗിൽ ഗുളിക എടുത്തു വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴിച്ചാൽ മതി. ശരി, എടുത്തി. ബാഗിൽ ചുക്കുവെള്ളം പ്രത്യേകം വെച്ചിട്ടുണ്ട്, അത് തന്നെ കുടിക്കണം കേട്ടോ മോളെ. ശരി അമ്മ. അഖി, പിന്നെ കാറ് സ്പീഡിലൊന്നും ഓടിക്കല്ലേ. റോഡില് ഗട്ടറൊക്കെ കാണും, സൂക്ഷിച്ചു വേണം. എല്ലാം ഞാൻ ശ്രദ്ധിച്ചോളാം. അല്ല, ഞാൻ ഓർമ്മിപ്പിച്ചതാ, പഴയതുപോലൊന്നും അല്ല. ശ്യാമയുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതാ. എപ്പോഴും ആ ഓർമ്മയും കെയറും രണ്ടാൾക്കും വേണം. ശരിയമ്മേ. ശരിയടാ, പോയിട്ട് വാ. ശരി അമ്മ. ശരി, എന്നാ പുറപ്പെട്ടോളൂ. ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു അമ്മ. ശരി. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്.
കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ അങ്കിളുടെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ട്. അവിടെ മുത്തശ്ശിക്കും അമൃതാന്റിക്കും എല്ലാം എന്നെ വലിയ ഇഷ്ടാ. ഞാൻ അങ്കിളിനെ വിളിക്കാം. പക്ഷെ എനിക്ക് അരുണങ്കിളിനോട് എന്റെ അച്ഛനെ പോലെ സ്നേഹം തോന്നുവാ. ശ്രീകുട്ടി സംസാരിച്ചത് മതി. ശ്രീകുട്ടി അരുണങ്കിൾ എന്ന് പറയുന്നത് അശ്വതിയുടെ ആരാ? അത് ഡോക്ടറെ. അല്ല, ഈ മോള് ആ ആളെ അത്രയ്ക്ക് മിസ് ചെയ്യുന്നത് കൊണ്ട് ചോദിച്ചതാ. സോറി, പറയണമെന്നില്ല. പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുകയാണെന്ന് വിചാരിക്കരുത്. പറ്റുമെങ്കിൽ ശ്രീകുട്ടിയുമായി ഈ പറഞ്ഞ അരുണങ്കിളിനെ കാണാനും സംസാരിക്കാനും വേണ്ടത് നിങ്ങൾ ചെയ്യണം. അപ്പോ താനേ ഈ കുട്ടിയുടെ അസുഖവും കുറയും. മനസ്സിനുണ്ടാകുന്ന വിഷമം, അതിന് പരിഹാരം കാണുകയാണ് വേണ്ടത്. അമ്മേ, എന്നെ അരുണങ്കിളിനെ കാണിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ. ഇപ്പൊ തന്നെ അങ്കിളിനെ വിളിക്കാമേ. ശ്രീകുട്ടി മിണ്ടാതിരിക്കാൻ. ഡോക്ടറെ, ഞങ്ങളെന്നാ പൊയ്ക്കോട്ടെ. ഓക്കെ, അപ്പൊ പറഞ്ഞതെല്ലാം ഓർമ്മ വേണം. ഓക്കെ ഡോക്ടർ. ബൈ ഡോക്ടർ. ബൈ മോളെ. വാ മോളെ. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. നിങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. റെക്കോർഡിങ്ങിനുള്ള എല്ലാ സെറ്റപ്പും റെഡിയാണ്. നമുക്ക് ആദ്യം റിഹേഴ്സൽ നോക്കാം. ശരി സാർ. എന്തു പറ്റി ശ്യാമേ? അല്ല, തലകറക്കം പോലെ. സാരല്ല, ടാബ്ലറ്റ് ഉണ്ട്. നിങ്ങൾ നടന്നോ, ഞങ്ങളെത്താം. ശ്യാമ, എന്താ? വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. വാ വാ, ഇരിക്ക. ശ്യാമ, എന്താ ഇപ്പൊ എങ്ങനെയുണ്ട് ശ്യാമ? ഓക്കെ അല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടാ. സാരമില്ല. കാറിൽ നിന്നിറങ്ങി സ്റ്റെപ്പ് വരെ വന്നില്ലേ, അതിന്റെ ആവും. ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ ആണോ? കുഴപ്പമില്ല, കുറഞ്ഞിട്ടുണ്ട്. അവരവിടെ വെയിറ്റ് ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പോവാം. വേണ്ട, എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ മൈഥിലി? നീ എവിടെയാ? ഞാനിപ്പോ പുറത്താ. നീ ഉടനെ എവിടെ എത്തണം, ഒട്ടും വൈകരുത്. മീനാക്ഷി,
സംസാരിക്കാൻ അറിയാം എന്ന കാര്യം മറന്നിട്ടില്ല അല്ലേ? ഏയ്, ഞാൻ മയത്തിലോ സ്നേഹത്തിലോ ഒന്നും വിളിച്ചതല്ല. പെട്ടെന്ന് എന്റെ ശബ്ദം അങ്ങനെ ആയിപ്പോയതാ. ഓ ഓ അങ്ങനെയാണോ? അങ്ങനെയാണ്. ആ, ഞാൻ തെറ്റിദ്ധരിച്ചു. ശങ്കരൻ പിന്നെയും തങ്ങി തന്നെ. എന്താടി പറഞ്ഞത്? അല്ല, ഈ മുത്തശ്ശിയുടെ മുത്തശ്ശന്റെ ഒക്കെ കൂടെ നടന്ന് ചില പഴഞ്ചൊല്ലുകളൊക്കെ പഠിച്ചുപോയി. അത് എവിടെങ്കിലൊക്കെ വിളമ്പണ്ടേ? എന്റെ അടുത്ത് കോമഡി ഒന്നും വേണ്ട കേട്ടോ. ഏയ്, എന്റെ ലൈഫ് ട്രാജഡിയാ. പിന്നെ എങ്ങനെയാ ഞാൻ കോമഡി പറയാ? ഞാൻ ഇതൊന്നും പറയാനല്ല നിന്നെ വിളിച്ചത്. പറയാനുള്ള കാര്യം തിരുവാ തുറന്ന് പറയാതെ എനിക്ക് കേൾക്കാൻ പറ്റുമോ? ഞങ്ങളുടെ DGP നിന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിക്കും. അതെന്തിനാ? ആ, ഓ, എന്നെ പോലീസിലെടുക്കാനായിരിക്കും. നല്ല കാര്യം. അതിനൊന്നും അല്ല. പിന്നെ നമ്മുടെ വിവാഹം നടന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം ചോദിക്കും. അപ്പോ നീ പറയണം നിന്റെ ഇഷ്ടത്തോടെയാണ് കല്യാണം നടന്നതെന്ന്. എങ്ങനെ എങ്ങനെ? നിന്റെ പരിപൂർണ സമ്മതത്തോടെയാണ് നമ്മുടെ കല്യാണം നടന്നതെന്ന്. ഞാനെന്തിനു സമ്മതിക്കണം? എന്റെ ഇഷ്ടത്തോടെ അല്ലല്ലോ കല്യാണം നടന്നത്. മീനാക്ഷി, എന്റെ ഇഷ്ടവും സമ്മതമോ ചോദിക്കാതെ പബ്ലിക്കിന്റെ മുൻപിൽ വെച്ച് ബലമായിട്ടല്ലേ നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്? ഈ സത്യം എല്ലാവർക്കും അറിയാം. പിന്നെ ഞാനെന്തിനും ഇതൊക്കെ മറച്ചു വെക്കണം? ഓ, രാരാരോ പാരയായി, ഓ രാരാരോ ഓമന മകളെ, നിന്റെ ഫാദറിന്റെ പണി പോവാൻ നേരമായി. ആ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മൈഥിലി, നിനക്ക് ആ ആഡ് ഫിലിമിൽ കയറി അഭിനയിച്ചാൽ എന്താ? 1,00,000 രൂപയാ റെമ്യൂണറേഷൻ. നീ വെറുതെ മണ്ടത്തരം പറയലേടാ. ആഡ് ഫിലിമിൽ അഭിനയിച്ച കാർത്തിക് അപ്പോ ആ വിവരം അറിയും. നമ്മളെ കണ്ടെത്തി പിടികൂടുകയും ചെയ്യും. ആ, അത് നീ പറയുന്നത് ശരിയാ. അത് കാർത്തി അറിയും. പക്ഷേ ആ കൂട്ടക്കളത്തിൽ സ്വാമിനാഥൻ സാറ് ഒരു നല്ല മനുഷ്യനാണ്. അയാൾക്ക് നമ്മൾ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റും. നീ എല്ലാവരെയും അങ്ങ് കണ്ണു അടച്ച് വിശ്വസിച്ചോ? ഒടുവില് അനുഭവം കിട്ടുമ്പോ പഠിച്ചോളും. എന്താ, അയാള് മോശക്കാരനാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? എനിക്കെന്തോ അയാളെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഒരുമാതിരി പാറപ്പുറത്ത് ചിരട്ടിയിട്ട് വലിക്കുന്ന ശബ്ദവും ആ ചെങ്കണ്ണും. അയാളെ കാണുമ്പോ എനിക്ക് ഇരയെ വിഴുങ്ങാൻ എടുക്കുന്ന മുതലയാ ഓർമ്മ വരിക. എടീ, നീ എല്ലാവരെയും ഇങ്ങനെ തെറ്റിദ്ധരിച്ചാലോ? തെറ്റിദ്ധരിക്കുന്നതല്ല. പെണ്ണുങ്ങൾ ആണുങ്ങളെ അനലൈസ് ചെയ്യുന്നത് അവരുടെ വാക്കുകൾ കേട്ടിട്ടൊന്നും അല്ല, ആ കണ്ണുകൾ കണ്ടിട്ടാ. ഒരുത്തന്റെ കണ്ണുകൾ കണ്ടാൽ അറിയാം പെണ്ണിന്. ഇതൊന്നും നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. എടീ, നിന്റെ കരുത്തിലെ താലിമാല എവിടെ? നമുക്കേ അതുകൂടി അങ്ങ് വിറ്റേക്കാം. അതൊന്നും നിൽക്കാൻ പറ്റില്ല. അത് എന്റെ കൈ തന്നെ ഇരിക്കട്ടെ. എന്തിന്? നല്ല കാലത്തിന്റെ അവശേഷിക്കുന്ന ഓർമ്മയല്ലേ, കിടക്കട്ടെ.
നീ ഇപ്പോഴും അവനെ മറന്നിട്ടില്ല എന്ന് വ്യക്തം. കഴുത്തിലെ താലിയുടെ രൂപത്തിൽ അവനെ സൂക്ഷിച്ചിരിക്കുന്നു. മനസ്സിലും അവൻ തന്നെ. കമ്പയർ ചെയ്യുമ്പോഴല്ലേ വൈശാഖെ മനുഷ്യർ മനുഷ്യരെ കൂടുതൽ പഠിക്കുന്നത്. എന്തായാലും അവന്റെ കുഞ്ഞിനെ പ്രസവിച്ചവളല്ലേ ഞാനൊന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങൾ എത്രയായി നിനക്കറിയോ? എന്റെ കുഞ്ഞിന്റെ കരച്ചില ഏത് നേരവും എന്റെ ഉള്ളിൽ അലയ്ക്കുന്നത്. സ്വന്തം കുഞ്ഞിന് വാത്സല്യം പകരാനുള്ള നെഞ്ചകവും വളരാനുള്ള ജീവനവും നൽകാൻ കഴിയാത്ത ഒരമ്മയുടെ വേദന അതനുഭവിക്കുന്നവർക്കേ മനസ്സിലാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.